ഹലോ എവരി വൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസസ് മിഡ് ക്യാപ് നിഫ്റ്റി ആൻഡ് ക്രൂഡ് ഓയിൽ അനാലിസിസ്. ക്രൂഡിൻ്റെ ചെറിയൊരു അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ലേൺ ചെയ്യാൻ നമ്മൾ സ്ട്രാറ്റജി നിഫ്റ്റി അനാലിസിസ് എടുക്കാം ഫാസ്റ്റ്. നിഫ്റ്റി ലാസ്റ്റ് വീഡിയോയിൽ നമ്മുടെ ഡിസ്കഷൻ എന്തായിരുന്നു? പ്രൈസ് ഇത് 1, 2 and 3 ആണ്. തേർഡ് 1, 2, 3, 4 and 5 പെർഫെക്റ്റ്ലി. പ്രൈസ് കണ്ട എക്സാക്ട്ലി ഇവിടെ ജസ്റ്റ് ബ്രേക്ക് ഡൗൺ കാണിക്കാൻ തിരിച്ച് മുകളിലേക്ക് കയറി. എന്തായിരുന്നു അത്? ഞാൻ ശരിക്കും ഇന്ന് പ്രൈസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് ഞാനിപ്പോൾ വീഡിയോ ഉണ്ടാക്കുന്നത്. ഇത് കണ്ട, ഇത് ഫുൾ ABC ആയിട്ട് A ആയി, പിന്നെ Bയുടെ ബൗൺസ് വന്നു, ആൻഡ് ദെൻ C. അതാണ് പ്രോപ്പർ ട്രാപ്പ്. സോ ഇതാണ് മാർക്കറ്റ് സ്ട്രക്ചർ. ട്രാപ്പ് ഭയങ്കര അടിയും ABC. ഓക്കെ, ABC ആൻഡ് ദെൻ പ്രൈസ് തിരിച്ച് മുകളിലേക്ക് കയറി ഫിഫ്ത്തിലേക്ക്. ഓക്കെ, ഫിഫ്ത്ത് എങ്ങനെയാണ്? സ്റ്റിൽ ഐ ഫീൽ സോ. പ്രൈസ് ഇത് 1 ആണ്, ഇത് 2 ആണ്. 3യുടെ 1, 2, 3, 4, 5 ഓൺ ഗോയിങ് ആണ്. ഇത് 3 ആണ്, റൈറ്റ്? ഇപ്പോൾ നടക്കുന്നത് 3 ഐ ഫീൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് 4 വരും. 4 എവിടെ വരും നോക്കാം. ദെൻ 5th വീണ്ടും ഐ ഫീൽ സോ. അങ്ങനെ ഇപ്പോൾ 3ൻ്റെ 5 ആണ് ഓൺ ഗോയിങ്, 3ൻ്റെ 5th ആണ് ഓൺ ഗോയിങ് ഉള്ളത്. ഓക്കെ, സോ ശ്രദ്ധിക്കുക. നാളെ നോക്കിയിട്ട് വേണം എല്ലാവരും കൂടി ട്രേഡ് ചെയ്യാൻ. ഞാൻ ഇന്ന് വീഡിയോ ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടല്ലോ. എല്ലാവരും ലൈക്ക് വളരെ കുറവാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക പ്ലീസ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് എല്ലാവരും ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വ്യൂസും കുറവാണ്. സോ പ്ലീസ് എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യുക കേട്ടോ. 3ൻ്റെ ഞാൻ ഇത്ര വരെ ഞാൻ എക്സ്പെക്ട് ചെയ്തായിരുന്നു 161.80%. 3ൻ്റെ അങ്ങനെയാണല്ലോ. 3rd അതാണ് പറയുന്നത്. 3rd എക്സ്റ്റൻഷനിലായിരിക്കും. 3rd എക്സ്റ്റൻഷനിലാണെങ്കിൽ യൂഷ്വലി 3ൻ്റെ 161.80% ആണ്. 3rd പ്രോപ്പർലി പോവുകയാണെങ്കിൽ. സോ 5 മൂവ്സിൽ അത് ടാർഗറ്റ് ടച്ച് ചെയ്തു. ഇനി നാളെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണോ എങ്ങനെയാണെന്ന് നോക്കാം. ദെൻ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഓൾറെഡി ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? 3rd ഓക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ 5ത്തിലേക്ക് റീട്രേസ്മെൻറ്റ് വരണം. ഓക്കെ, സോറി, 3rd കംപ്ലീറ്റ് 4ത്തിലേക്ക് റീട്രേസ്മെൻറ്റ് വരണം. ഓക്കെ, സോ 4ത്തിലേക്ക് റീട്രേസ്മെൻറ്റ് ഇപ്പോൾ വരുവാണെങ്കിൽ ഇതിൻ്റെ ഹൈ സപ്പോർട്ടാണ്. അല്ല, ഇത് സപ്പോർട്ടല്ല. ഇപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? മീൻസ് ഇത് 1, ഇത് 2 ആൻഡ് ഇത് ഫുൾ 3, റൈറ്റ്? 3 ഇവിടെ ആണോ അവിടെയാണോ കംപ്ലീറ്റ് ചെയ്യുന്നത് നോക്കിയിട്ട് കംപ്ലീറ്റ്, ആൻഡ് ദെൻ 4ത്തിലേക്ക് പ്ലേ ചെയ്യുക. 4th പ്ലേ ചെയ്യണം. 4ത്തിൻ്റെ ഫോൾ ഓൾമോസ്റ്റ് എത്ര പോയിൻറ്റ്സ് ഉണ്ടാകും? ഓൾമോസ്റ്റ് ഇത്ര പോയിൻറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ഫുൾ അത് എത്ര പോയിൻറ്റ്സ് ആണ്? ഓൾമോസ്റ്റ് 200 സംതിങ് പോയിൻറ്റ്സ് ആണ്. സോ ഇവിടെ നിന്നാണോ ഇവിടെ നിന്ന് വരുന്ന ആ റിജക്ഷൻ നോക്കുക. ഓക്കെ, 200 പോയിൻറ്റ് സംതിങ് ആണ് ഇതിൻ്റെ ഫോൾ. സോ അത് നമ്മൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അത് എത്ര വരുന്നത് കണ്ട, 38.20%. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് റെസിസ്റ്റൻസ് ആണെങ്കിൽ, ഇവിടെ റെസിസ്റ്റൻസ് ആണെങ്കിലാണ് ഞാൻ പറയുന്നത്. നാളെ കറക്റ്റായിട്ട് പ്രോപ്പർലി നോക്കണം റെസിസ്റ്റൻസ് ഏതാണോ. നാളെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണോ, ഫ്ലാറ്റ് ആണോ, ഇത് തന്നെ ഹൈ ആണെങ്കിൽ സോ ഇതിങ്ങനെ വെക്കണം. ഓക്കെ, സോ അവിടുന്ന് 200 സംതിങ് പോയിൻറ്റ്സ്, 200 പ്രോപ്പറല്ല, ഓൾമോസ്റ്റ് 200 സംതിങ് പോയിൻറ്റ്സിൻ്റെ കറക്ഷൻസ് ഉണ്ടാകും. അങ്ങനെ വേണം അത് പ്ലേ ചെയ്യാൻ. ഓക്കെ, അത് ആ സിനാരിയോയിൽ നമ്മുടെ 50% മാക്സിമം ഫോൾ പിന്നെ വരാവുള്ളൂ. ഓക്കെ, സോ ആ ഓവറോൾ ഈ ഒരു ലെവലിലല്ല, ഒരു ഹെൽത്തി ലെവലാണ് നമുക്ക് സപ്പോർട്ട് വൈസ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ നേച്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ നേച്ചർ ഇത് കണ്ട ഷാർപ്ലി ആയിരുന്നു. സോ മേ ബി ഇത് കൺസോളിഡേഷൻ ഫേസിൽ വരും. 2 എന്തായിരുന്നു? ഇത് ഷാർപ്പായിരുന്നു ഫോൾ. കണ്ട, 200 പോയിൻറ്റ്സ് ഷാർപ്പ് ഫോൾ ആയിരുന്നു. ഇത് സ്ലോ ആവും ഓർ ടൈം പാസ്. മേ ബി നാളെ താഴേക്ക് മൂവ് തന്നിട്ട് ടൈം പാസ് ആകും. 4th ടൈം പാസ് ആകും എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും കൊണ്ടു നിർത്തും അവർ. പ്രൈസ് 200 പോയിൻറ്റ്സിന് ഫോൾ തന്നിട്ട് അവിടെ എവിടെയെങ്കിലും കൊണ്ടു നിർത്തും. ആൻഡ് ദെൻ നെക്സ്റ്റ് നമ്മുടെ ബഡ്ജറ്റിലായിരിക്കും ബാക്കി ഫർദർ അപ്പ് സൈഡ് മൂവ് കിട്ടുവാണെങ്കിൽ വെരി ഗുഡ്. ബട്ട് ഇത് 25,170 ബ്രേക്ക് ആയാൽ ഇനി പിന്നെ വീക്ക്നെസ് തുടങ്ങും. സോ മാർക്കറ്റ് അങ്ങനത്തെ ഒരു സ്ട്രക്ചറിനാണ് ഇപ്പോൾ ഓൺ ഗോയിങ്, റൈറ്റ്? പ്രൈസ് ഇപ്പോൾ ബിഗർ ടൈം ഫ്രെയിം നോക്കുവാണെങ്കിൽ ABC A1, ABCയുടെ A, B ആൻഡ് Cയുടെ അകത്തുള്ള മൂവ്സാണ് ഇപ്പോൾ ഓൺ ഗോയിങ്. ശ്രദ്ധിക്കുക, അപ്പോഴും നമ്മൾ സേഫ് അല്ല. പ്രൈസ് റിവേഴ്സൽ കാണിക്കുന്നത് 5th ഫെയിലിയറാണ്. ഓക്കെ, 5th ഫെയിലിയർ കാണിക്കുന്നുണ്ട്. ബട്ട് സ്ട്രക്ചർ സ്റ്റിൽ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ ABC ആണ്. കണ്ട, A, B ആൻഡ് C. കണ്ട, C സ്റ്റിൽ ഓൺ ഗോയിങ് ആണ്. സോ അതുവരെ പ്രൈസ് പോട്ടെ, നമുക്ക് നോക്കാം. കാരണം വെച്ചാൽ ഡിഗ്രി 5 മൂവ്സ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന റീട്രേസ്മെൻറ്റ്, അതിനാണ് നമുക്ക് നോക്കാനുള്ളത്. പ്രൈസ് എങ്ങനെ ആയിരിക്കും? ഫസ്റ്റ് ഇത് പോട്ടെ. ഇതിനെന്തായാലും 200 പോയിൻറ്റ്സ് കറക്ഷൻ തന്നിട്ട് പിന്നെ തിരിച്ച് മുകളിലേക്ക് കയറട്ടെ. ചിലപ്പോൾ 5th നമ്മുടെ ഇതിലേക്ക് പോയാലോ, മെഗാ ഫോണിലേക്ക് പോയാലോ, അങ്ങനെയൊക്കെ ചാൻസസ് ഉണ്ട്. ഓക്കെ, 5th എക്സ്റ്റൻഷനിൽ 3rd ഇപ്പോൾ എക്സ്റ്റൻഷനിലാണ്, 5th മേ ബി എക്സ്റ്റൻഷനിൽ പോയാലും. സോ അതൊക്കെ നോക്കാനുള്ളതാണ്. ടൈമുണ്ട് അതിലേക്ക്. നമുക്ക് നാളെ നോക്കാതെ എങ്ങനെയാണ്. നാളെ വീഡിയോ
ഞാൻ വീഡിയോ വീണ്ടും ഷെയർ ചെയ്യാനാണ്, ഉണ്ടാക്കാനാണെങ്കിൽ നാളെ എനിക്ക് താല്പര്യമില്ല ശരിക്കും, ഉണ്ടാക്കാനാണെങ്കിൽ എല്ലാവരും കൂടി പ്ലീസ് ലൈക്ക് ചെയ്യണം, കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് മസ്റ്റായിട്ട് ചെയ്യണം, വ്യൂസും തരണം, എല്ലാവരും കൂടി വ്യൂസ് എനിക്ക് അങ്ങനെയല്ലേ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നത് നമുക്ക്. സോ അത്രയ്ക്ക് എക്സ്പ്ലനേഷൻ ഞാൻ തരാനുണ്ട്. എക്സ്പ്ലനേഷനെ മാത്രമേ എനിക്ക് തരാൻ പറ്റുള്ളൂ. ലെവൽസൊക്കെ പിന്നെ ഓട്ടോമാറ്റിക്കലി ലൈവിൽ നിങ്ങൾക്ക് തന്നെ ഇവിടെ ഓട്ടോമാറ്റിക്കലി ലൈവിൽ ആ കമൻറ്റ്സ് മറ്റേ ഇത് ലെവൽസ് നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും തന്നെ. ഇന്ന് എൻ്റെ അടുത്ത് 2-3 പേർ ചോദിച്ചു, കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തു 220 and 170 ആണ് സപ്പോർട്ട് കാണുന്നത്. 170യുടെ നിയർ പ്രൈസ് വന്നു, 160യുടെ ലോ ഉണ്ടാക്കിയിട്ടാണ് പ്രൈസ് തിരിച്ച് കയറിയത്. അങ്ങനെയൊക്കെയാണ്, ഞാനും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, ബട്ട് പ്രൈസ് അങ്ങനെ ആയിരുന്നു. ബട്ട് യെസ്, ഇന്നത്തെ ഒരു ഇത് നമ്മുടെ എന്തായിരുന്നു പ്രൈസ്, ഇന്ന് ഇതിൻ്റെ 4th ഇങ്ങനെ ആയിരുന്നു കേട്ടോ. ഞാൻ 1-2 പേർക്ക് ഷെയറും ചെയ്തായിരുന്നു. ഇത് കണ്ടോ പ്രോപ്പർലി 4th അല്ലേ, ഇതിൻ്റെ 4th, 3rd-ൻ്റെ 4th ആയിരുന്നു. 1 2 3 4th ആൻഡ് ദെൻ പ്രൈസ് എന്ത് ചെയ്തു, ഇത് ഡബിൾ കറക്ഷൻ, ട്രിപ്പിൾ കറക്ഷൻ മാത്രമല്ല ഡബിൾ കറക്ഷൻ ആയിരുന്നു. ഇത് ABC, അത് നിങ്ങൾ പഠിച്ചിട്ടില്ല ഡബിൾ കറക്ഷൻ. ബട്ട് യെസ്, പ്രൈസ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കിയെടുക്കുക പ്രൈസ് തിരിച്ച് കയറുന്നുണ്ടോ. ഡബിൾ കറക്ഷൻ അപ്കമിങ് ടൈമിൽ കിട്ടും. ബട്ട് സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. ഓക്കെ, ക്രൂഡ് ഓയിൽ അനാലിസിസ് പോകാം. ക്രൂഡ് എങ്ങനെ ബ്ലൈൻഡ്ലി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നും പറയാനില്ല. ലെവൽസ് ഇതിനകത്ത് ഞാൻ ഇന്നലെ ഷെയർ ചെയ്ത പോലെ തന്നെ ക്രൂഡിലേക്ക് 1 2 3 B and 3rd ഓൺ ഗോയിങ് ആണ്. ക്രൂഡ് എനിക്ക് ഒന്നും പറയാനില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അതാണ് കുറച്ചുകൂടി ബെറ്റർ. പോട്ടെ, റീട്രേസ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും നോക്കാനുള്ളതാണ് കേട്ടോ. സോ ക്രൂഡിൻ്റെ ഇത് ഇവിടെ 1 ആണ്, ABC ആയിട്ട് താഴേക്ക് വന്നു. ഓക്കെ, ആൻഡ് ദെൻ കറക്റ്റ് റെസിസ്റ്റൻസ് ആണല്ലോ പിന്നെ ഫേസ് ചെയ്യുന്നത്. ഇത് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇതാണ് സപ്പോർട്ട്. ഇപ്പോൾ അടിച്ച റെസിസ്റ്റൻസ് ക്രോസ് ചെയ്ത് പിന്നെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് 261.80% ആണ്. 200% നല്ല ഒരു റെസിസ്റ്റൻസ് സോണാണ് ഇപ്പോൾ ഉള്ളത്. ബട്ട് റീട്രേസ്മെൻറ്റ് തരുവാണെങ്കിൽ നോക്കിയിട്ടേ ചെയ്യാവുള്ളൂ. കാരണം വെച്ചാൽ ഇവിടെ 3rd-ൻ്റെ ഗ്യാപ്പാണിത്. സോ 3rd വേവിൻ്റെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ബുള്ളിഷാണ് സ്ട്രക്ചർ, ബിയറിഷ് ഒന്നുമില്ല. സോ ഇതിനകത്ത് താഴേക്ക് പ്ലേസ് ആണെങ്കിൽ നോക്കിയിട്ടേ പ്ലേ ചെയ്യാവുള്ളൂ. ഓക്കെ, ഇതിനകത്ത് അത്രയേ ഉള്ളൂ. ഇനി ബാൻ നിഫ്റ്റി പോകാം. ബാൻ നിഫ്റ്റി ഒന്നുമില്ല. ബാൻ നിഫ്റ്റിയിൽ പറയാനുള്ളത് 1 2 3 4 and 5 ABC. ബാൻ നിഫ്റ്റി എക്സ്റ്റൻഷനിലാണ് കേട്ടോ. ബാൻ നിഫ്റ്റി നമ്മൾ നോക്കുവാണെങ്കിൽ സ്മോൾ ടു 1 2 3 4 and 5 ഇവർ നമ്മൾ ഇത് ABC സ്ട്രക്ചർ ഓഫ് എക്സ്റ്റൻഷൻ 1 2 3. ബാൻ നിഫ്റ്റി എക്സ്റ്റൻഷനിലാണ്. ബാൻ നിഫ്റ്റി ബിയറിഷ് അല്ല കേട്ടോ. ഓക്കെ, ബാൻ നിഫ്റ്റി ബിയറിഷ് അല്ല, എക്സ്റ്റൻഷനിലാണ് ഇതിൻ്റെ പ്രൈസ്. പ്രൈസ് മേ ബി കൺസോളിഡേഷൻ ആൻഡ് ദെൻ അപ്സൈഡ് വീണ്ടും പോകാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. ഓക്കെ, ഇത് 1 ABC 8, ഇത് 2 and 3rd ആണ് കേട്ടോ. അതാണ് ബാൻ നിഫ്റ്റി സ്ലോ ആൻഡ് ബട്ട് അപ്സൈഡ് ആണ്. ഇതിൻ്റെ ബില്ല് മാത്രമേ ബാൻ നിഫ്റ്റി വീക്ക് ആവുള്ളൂ. ഓർ ഇതിൻ്റെ ഹൈ ഇവിടെയും ഇത് സപ്പോർട്ടാണ്. മേ ബി ഇതിൻ്റെ സ്മോളസ്റ്റ് ടൈം ഫ്രെയിമിൽ 1 2 ഇത് കണ്ട 3. സോ മേ ബി റീട്രേസ്മെൻറ്റ് 4 ഇവിടെ വരെ. ഓക്കെ, 4 ആൻഡ് ദെൻ തിരിച്ച് വീണ്ടും 5th ഉണ്ട്. അപ്പോഴാണ് അത് ബ്രേക്ക് ഔട്ട് തരും. ഡയറക്റ്റ്ലി ബ്രേക്ക് ഔട്ട് തരുന്ന ചാൻസസ് കുറവായതുണ്ട് കേട്ടോ. പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം, ആൻഡ് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക എല്ലാവരും കൂടി എങ്ങനെയായിരുന്നു ഇന്നത്തെ ഡേ. സോ എല്ലാവരും മസ്റ്റായിട്ട് അത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ ഇനി സെൻസെക്സ് അങ്ങനെ തന്നെ നിഫ്റ്റിയിലെ പോലെ തന്നെ ഇതിനകത്ത് എനിക്ക് പറയണമെന്നൊന്നുമില്ല സ്പെഷ്യലി. ബട്ട് യെസ്, റെസിസ്റ്റൻസ് നമുക്ക് മാർക്ക് ചെയ്യും 1 2 3 161.80% ആൻഡ് 200%. ഡയറക്റ്റ്ലി ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ നാളെ നോക്കിയിട്ടേ വേണം അപ്സൈഡ് പ്ലേ ചെയ്യാൻ. ഓക്കെ, വീക്ക്നെസ് ദറ്റ് മീൻസ് 200 പോയിൻറ്റ്സിൻ്റെ ആണ് അതിനകത്ത് നിഫ്റ്റിയിൽ. ഇതിനകത്തും ഓൾമോസ്റ്റ് അങ്ങനെ തന്നെ വീക്ക്നെസ് കിട്ടുവാണെങ്കിൽ മാത്രമേ പ്ലേ ചെയ്യാവുള്ളൂ. ഓക്കെ, ബട്ട് വേറൊരു കാര്യം കൂടി, 200 ബിലോ പ്രൈസ് 200 പോയിൻറ്റ്സിൻ്റെ ഫോൾ. സോ ഇതിൻ്റെ ബിലോ പോവുകയാണെങ്കിൽ ദറ്റ് മീൻസ് സ്ട്രക്ചർ ഈ ഒരു ലെവൽ ഇതിൻ്റെ ബിലോ പോവുകയാണെങ്കിൽ ദറ്റ് മീൻസ് സ്ട്രക്ചർ ഇവിടെ വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. അതുകൂടി ശ്രദ്ധിക്കാം. സോ മീൻസ് ലിമിറ്റഡ് ഫോൾ ഉണ്ടാവുള്ളൂ. ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഫോൾ നിഫ്റ്റിയിൽ 200 ആണ്, 210 എന്തോ കാണിക്കുന്നത്. ഇതിനകത്ത് 670 പോയിൻറ്റ്സിൻ്റെ ഫോൾ കാണിക്കുന്നുണ്ട്. അത്ര തന്നെ ഇതിൻ്റെ ബിലോ 600 to 700 പോയിൻറ്റ്സ് മാത്രം.
അതിൻ്റെ കൂടുതലാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാം. ദാറ്റ് മീൻസ് സംതിങ് റിവേഴ്സൽ കാണിച്ചാലും മാത്രമേ എൻട്രി എടുക്കാവുള്ളൂ. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ എൻട്രി എടുത്താൽ നല്ല പണി തരും. മോസ്റ്റ്ലി ചാൻസസ് നാളെ സൈഡ് വേസ് ആക്കുമ്പോൾ മീൻസ് റീട്രേസ്മെൻറ്റ് തരും. ഫോൾ ചാൻസസ് നാളെ തന്നെ ഒരു തരും ബുക്കിംഗ്. ദാറ്റ് മീൻസ് ഓക്കെ ഇതിൻ്റെ റീട്രേസ്മെൻറ്റ് ആൻഡ് ദെൻ അവിടെ സൈഡ് വേസ് ആക്കും. അതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പിന്നെ ബഡ്ജറ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെയാണ് അപ്കമിങ് നമുക്ക് നല്ലൊരു മൂവ് ബഡ്ജറ്റ് അനുസരിച്ച് കിട്ടുള്ളൂ. നാളെ സൈഡ് വേസ് ടു ഡൗൺ മേ ബി ക്യാപ്പ് അപ്പ് ആക്കിയിട്ട് ഫസ്റ്റ് അപ്പ് മൂവ്. കാരണം എന്ന് വെച്ചാൽ ബുള്ളിഷാണ്. സോ ഫസ്റ്റ് അപ്പ് മൂവ് സ്ലോലി. കാരണം എന്ന് വെച്ചാൽ ലിമിറ്റഡ് ആണ്. തേർഡ് വേവിൽ ഇപ്പോൾ ലിമിറ്റഡ് അപ്പ് സൈഡ്. പിന്നെ ബുക്കിംഗ് വരും. ഓർ ഫസ്റ്റ് ഹാഫിൽ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് സൈഡ് വേസിന് എടുത്തും പിന്നെ സെക്കൻഡ് ഹാഫിൽ ചിലപ്പോൾ ബുക്കിംഗ് വരും. ഓക്കെ, അതാണ് ട്രാപ്പ് മനസ്സിലാക്കി എടുക്കുക. കാരണം വെച്ചാൽ നമുക്കിപ്പോൾ വേവ് തിയറി അറിയാമല്ലോ. നമ്മൾ വേവ് തിയറി അറിയുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് മനസ്സിലാക്കി എടുക്കാം. പ്രൈസ് ഓക്കെ നമുക്ക് മനസ്സിലായി, പ്രൈസ് ബുള്ളിഷാണ്. ഓക്കെ, സോ ലിമിറ്റഡ് അപ്പ് സൈഡാണ്. അപ്പ് സൈഡ് പോയിട്ട് പിന്നെ സൈഡ് സൈഡ് പിന്നെ ചിലപ്പോൾ പൊട്ടിക്കും. ഓക്കെ, അത് കാരണം വെച്ചാൽ മേജർ മൂവ് എവിടെ നമുക്ക് കിട്ടും, താഴേക്ക് തന്നെ കിട്ടുള്ളൂ മേജർ മൂവ്. അപ്പ് സൈഡ് ലിമിറ്റഡ് ആണ്. ബിയറിഷ് അല്ല, ബട്ട് ബിയറിഷ് മുകളിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് താഴേക്ക് വരുവാണെങ്കിൽ അപ്പോഴേ പ്ലേ ചെയ്യാവുള്ളൂ. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഓൾറെഡി ബുള്ളിഷാണ്. ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് 1 2 ഫുൾ 3യുടെ 1 2 3 4 5 ആണ്. സോ ഇതും മേ ബി നാളെ ഗ്യാപ്പ് അപ്പ് എന്തൊക്കെ കാണിച്ചിട്ട് റെസിസ്റ്റൻസ് എടുത്ത് പിന്നെ തഴപ്പ് ഇതിനകത്തും അങ്ങനെ തന്നെ ബുക്കിംഗ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ശ്രദ്ധിക്കണം കേട്ടോ. റീട്രേസ്മെൻറ്റ് തരാനുള്ള ചാൻസസ് ഉണ്ട്. ദാറ്റ് മീൻസ് ഇത് 1, ഇത് 2 ആൻഡ് 2i ആൻഡ് ഇത് 3 ആണ്. 3യുടെ 1 2 3 4 5 ഓൺ ഗോയിങ്ങാണ്. അങ്ങനെയാണ് ഇതിനകത്ത്. ഓക്കെ, 5 ഇവിടെ റെസിസ്റ്റൻസ് തിരിച്ച് വരികയാണെങ്കിൽ കുറച്ച് ബുക്കിംഗ് വരാനുള്ള ചാൻസസ് ഇതിനകത്ത് ഉണ്ടാകും. എല്ലാവരും നോക്കിയിട്ട് പ്ലേ ചെയ്യുക.